വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ പ്രതി അഫാന്റെ മൊഴിയിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നു. കുടുംബസമേതം ആത്മഹത്യ ചെയ്യുന്ന കാര്യം സുഹൃത്ത് ഫർസാനയെ അറിയിച്ചിരുന്നു. ഒപ്പം മരിക്കണമെന്ന് അഫാൻ ഫർസാനയോട് ആവശ്യപ്പെട്ടു. ഫർസാന എതിർക്കുകയും തിരികെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. കുടുംബത്തിന്റെ കൂട്ട ആത്മഹത്യക്കുള്ള അന്തിമ തീരുമാനം എടുത്തത് കൊലപാതകത്തിന് തലേ ദിവസമാണ്. ആരെങ്കിലും രക്ഷപ്പെട്ടാലോ എന്ന വിഷമത്തിൽ കൃത്യം സ്വയം ഏറ്റെടുത്തു. പോലീസിന് നൽകിയ പ്രാഥമിക മൊഴിയിലാണ് ഇക്കാര്യമുള്ളത്. റിനു ശ്രീധർ നമുക്കൊപ്പം. റിനു ശ്രീധർ, കൊല്ലാനുറപ്പിച്ചത് ആത്മഹത്യയിൽ ആരെങ്കിലും ഒരാൾ അവശേഷിച്ചാലോ എന്ന ആശങ്ക മൂലമാണ് എന്നതാണോ ഇപ്പോൾ പ്രതിയായ അഫാൻ നൽകുന്ന മൊഴി? അങ്ങനെ വേണം കരുതാൻ സുജയ. അതായത് പോലീസിന് നൽകിയിരിക്കുന്ന ഒരു പ്രാഥമിക മൊഴിയുണ്ട്. ആ മൊഴിയിലെ വിശദാംശങ്ങളാണ് പുറത്തു വരുന്നത്. അഫാൻ ഇങ്ങനെയാണ് വിശദീകരിക്കുന്നത്. കുടുംബസമേതം ആത്മഹത്യ ചെയ്യുന്ന കാര്യം ഈ ഫർസാന, കാമുകിയായിട്ടുള്ള സുഹൃത്തായിട്ടുള്ള ഫർസാനയെ ഈ കൊലപാതകത്തിന് 3 ദിവസങ്ങൾക്ക് മുമ്പ് വീട്ടിലെത്തിച്ച ഈ കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു എന്നുള്ളതാണ്. ഉമ്മ ഷെമിയുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് അഫാൻ ഈ കാര്യം പറഞ്ഞത്. തങ്ങൾക്ക് ഇത്രയും അധികം കടബാധ്യതയുണ്ടെന്നും ജീവിക്കാൻ നിവൃത്തിയില്ലെന്നും അതുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നുവെന്നും നിന്നെ ഒഴിവാക്കാൻ കഴിയില്ല, നീ കൂടി ഒപ്പം വരണം, അത്രയും സ്നേഹമാണെന്ന് അടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഒപ്പം മരിക്കണമെന്ന് ആവശ്യപ്പെട്ട അപ്പോൾ ഫർസാന അത് എതിർക്കുകയും വീട്ടിൽ നിന്ന് തിരികെ സ്വന്തം വീട്ടിലേക്ക് പോവുകയുമായിരുന്നു എന്നുള്ളതാണ് മൊഴിയായി തന്നെ നൽകിയിരിക്കുന്നത്. ഈ കുടുംബത്തിന്റെ കൂട്ട ആത്മഹത്യക്കുള്ള അന്തിമ തീരുമാനമെടുക്കുന്നത് കൊലപാതകത്തിന് തൊട്ട് തലേ ദിവസമാണ്. ഈ തൊട്ട് തലേ ദിവസം ഇത്തരമൊരു തീരുമാനം ഉമ്മയും അനുജനും അഫാനും ചേർന്നുകൊണ്ട് എടുക്കുകയും, എന്നാൽ അഫാൻ പറയുന്നത് അത് അന്തിമമായിട്ടുള്ള ഒരു തീരുമാനം നമുക്ക് നാളെ എടുക്കാം എന്ന് പറഞ്ഞ് കിടന്നുറങ്ങുകയായിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷമാണ് പിറ്റേന്ന് അന്ന് രാത്രി തന്നെ അഫാൻ തീരുമാനിച്ചു, ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ ആരെങ്കിലും രക്ഷപ്പെടും, അങ്ങനെ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ജീവിതം പിന്നീട് ബുദ്ധിമുട്ടാകും, അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ എവരെയും കൊന്ന് താനും മരിക്കാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തി എന്നുള്ളതാണ്. അതിനെ തുടർന്നാണ് പിറ്റേന്ന് ഉമ്മയെ ആക്രമിക്കുന്നത്. അതിനുശേഷം തങ്ങൾക്ക് ശത്രുതയിലുള്ളവരെയും എന്തായാലും മരിക്കാൻ പോകുന്നു, അതുകൊണ്ട് അവരെയും അഫാന്റെ മൊഴിയിലെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത്. റിനു ശ്രീധറാണ് പങ്കുവച്ചത്.